IVF ഇപ്പം അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. നമുക്കൊരു 10 ഡേയ്സ് ഓഫ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചക്ഷൻസിൽ നമ്മൾ വളരെ ചെറിയ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ സിറിഞ്ച് കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ തിൻ നീഡിൽ വെച്ചിട്ട് വയറിൽ എടുക്കേണ്ട ഇഞ്ചക്ഷനാണ്. പേഷ്യൻസ് പലപ്പോഴും തന്നെ എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. പിന്നെ IVFൽ എഗ്ഗ് എടുക്കുന്ന പ്രോസസ്സ് അത് നമുക്ക് കയ്യിലാണെങ്കിലും ഒരു ചെറിയ നീഡിൽ കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവും. സിമിലർലി വജൈനലി നമ്മൾ ചെറിയ നീഡിൽ വെച്ചിട്ടാണ് എഗ്ഗ് എടുക്കുന്നത്. അതുകൊണ്ട് പണ്ട് വിത്തൗട്ട് അനസ്തീഷ്യ പലപ്പോഴും ചെയ്തിരുന്നതാണെങ്കിലും ഇപ്പം നമ്മൾ അണ്ടർ സെഡേഷൻ ബിക്കോസ് സേഫ് അനസ്തീഷ്യ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മയക്കിയിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആ ഒരു പാർട്ടും പെയിൻ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ 15 മിനിറ്റ് പ്രൊസീജിയർ. പക്ഷെ നമ്മൾ പെയിൻ പെർസീവ് ചെയ്യുന്നില്ല. അടുത്തത് നമ്മുടെ എംബ്രിയോ ട്രാൻസ്ഫർ പ്രോസസ്സാണ്. അതായത് നമ്മൾ പുറത്തെടുത്ത എഗ്സിനെ നമ്മൾ 3 ഡേയ്സോളം ലാബിൽ ഗ്രോ ചെയ്തതിന് ശേഷം യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു സ്പെക്കുലം നമ്മൾ വെജൈനൽ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രോസസ്സ് നമ്മൾ ഫീൽ ചെയ്യില്ല. സോ ഓവറോൾ IVFലെ ആ ഒരു പെയിൻ ഫാക്ടറിനെ കുറിച്ച് നമ്മൾ അധികം വർക്ക്ഡ് അപ്പ് ആവേണ്ട കാര്യം ഇല്ല.